أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين الحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യ സമുദായത്തിന് നൽകിയ നിയമനിർദ്ദേശങ്ങളും ജീവിത വ്യവസ്ഥകളും മനുഷ്യന്റെ സർവ്വതോന്മുഖമായ നന്മക്കും ഇഹപര വിജയത്തിനും സാധ്യമാകുന്ന വിധത്തിലാണ് നൽകിയിട്ടുള്ളത്. അതനുസരിച്ച് മുന്നോട്ടു പോകുന്നവർക്ക് ഇഹലോകത്തും പരലോകത്തും വിജയം നൽകുന്നു എന്നതാണ് അതിന്റെ സവിശേഷത. പാരത്രിക ലോകത്തേക്ക് മാത്രമുള്ള ഒരു വിജയ പദ്ധതി എന്നതിന് പകരം ഇഹലോകവും കൂടി സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയുന്ന ഒരിടമാക്കി മാറ്റുക, ഒരു വ്യവസ്ഥയുണ്ടാക്കുക എന്നതാണ് ഇസ്ലാമിക നിയമസംഹിതയുടെ ആകത്തുക. അത് പാലിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ഒരു വിശ്വാസി രൂപം കൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ വിശ്വാസികളെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അങ്ങനെയുള്ള ജീവിതം നയിക്കണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. സമകാലിക കേരളീയ പശ്ചാത്തലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ഹിജാബുമായി ബന്ധപ്പെട്ട സംഗതി. ഇത് ഒരു പുതിയ വിഷയമോ നമുക്ക് തിരിയാത്ത വിഷയമോ ആയതുകൊണ്ടല്ല വീണ്ടും ചർച്ചക്കെടുക്കേണ്ടി വരുന്നത്. മറിച്ച് ഇതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം എന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ മാത്രം താല്പര്യമല്ല, മറ്റുള്ളവർക്കും ആ വിഷയത്തിൽ ഏറെ താല്പര്യമുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെ അതിന്റെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യുന്നതിൽ നമുക്കൊട്ടും അമാന്തവുമില്ല. കാരണം നമ്മുടെ നിലപാടുകൾ, ഇസ്ലാമിക സമൂഹത്തിന്റെ നിലപാടുകൾ സുവ്യക്തമാണ്. എന്തുകൊണ്ടാണ് ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നാം ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്നതും സുവ്യക്തമാണ്. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചോളം ഇന്ന് അവരെ പരിഹസിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഗതി കൂടിയാണ് ഹിജാബ്. അവരുടെ പുരോഗതിക്ക് തടസ്സമാണ് എന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന, അവരെ തളച്ചിടപ്പെടുന്നു പർദ്ദക്കുള്ളിലും അതുപോലെയുള്ള വസ്ത്രധാരണ രീതിക്കുള്ളിലും എന്ന് വിമർശിക്കപ്പെടുന്ന, തെറ്റായി വിമർശിക്കപ്പെടുന്ന ഒരുപാട് സംഗതികൾ ഇതിന്റെ മുന്നിലുണ്ട്. യഥാർത്ഥത്തിൽ ഹിജാബ് അല്ലെങ്കിൽ ശിരോവസ്ത്രം അല്ലെങ്കിൽ മൂടുപടം എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിൽ മാത്രം കണ്ടുവരുന്ന ഒന്നല്ല. എല്ലാ മതസമൂഹങ്ങളും ഏറെക്കുറെ ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന എല്ലാ മതസംഹിതകളിലും ഏറിയോ കുറഞ്ഞോ ഇത് നിലനിൽക്കുന്നുണ്ട്. ഇന്ന് അതിനെതിരെ ഏറ്റവും കൂടുതൽ കാടിടയ്ക്ക് വരുന്ന മതസമൂഹങ്ങളടക്കം അവരതിന്റെ ആളുകളാണ്. പക്ഷേ അവര് തീരുമാനിച്ചത് സാധാരണക്കാരായ സ്ത്രീകൾക്കത് വേണ്ട, ഞങ്ങൾ കുറച്ച് ആളുകൾ മതി പരിശുദ്ധരായ ആളുകളായി ഈ ഭൂമിയിൽ ജീവിക്കാൻ, അവരുടെ വസ്ത്രം ഇത് തന്നെയാവണം, അത് നിർബന്ധമാണ്. അതഴിക്കാൻ ആരെങ്കിലും അല്ലെങ്കിൽ അത് അഴിപ്പിക്കാൻ ആരെങ്കിലും പറഞ്ഞാൽ അത് ഭൂലോക വിഷയമാണ്. പക്ഷേ അതേ വസ്ത്രം മുസ്ലിം സമുദായത്തിലെ ഒരു പെൺകുട്ടിയോ ഒരു സ്ത്രീയോ ധരിച്ചാൽ അത് പിന്തിരിപ്പനാണ്, പൗരാണിക സമ്പ്രദായമാണ്. അത് സമൂഹത്തിൽ വെച്ചു കുറിപ്പിക്കാൻ പാടില്ലാത്ത വർഗീയമായ ചേരിതിരിവുണ്ടാക്കുന്ന, മറ്റ് സമൂഹത്തെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള വസ്ത്രധാരണ രീതിയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എല്ലാ മതങ്ങളിലും, അത് ക്രൈസ്തവ മതമാകട്ടെ, ജൂതമതമാകട്ടെ, ഒരളവോളം ഹിന്ദു മതമാകട്ടെ, ആ മതത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിൽ തലമറക്കുക എന്നവരുടെ നിയമമാണ്.
നിയമം ആരൊക്കെ അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നില്ല എന്നത് രണ്ടാമത്തെ വിഷയമാണ്. പൗരാണിക സമൂഹം മുതലേ അങ്ങനെയാണ്. ഇനി രണ്ടാമത്തെ ഒരു സംഗതി, ഇതല്ലാത്ത ഒരു സമൂഹം ലോകത്ത് ജീവിച്ചിരുന്നു. സ്ത്രീയെ അടിമകളാക്കിയും അതുപോലെ തന്നെ തന്റെ ഉപഭോഗത്തിന് വേണ്ടി പുരുഷൻ കീഴ്പ്പെടുത്തി തന്റെ കാമാസക്തി തീർക്കാനുള്ള ഒരു ഉപഭോഗ വസ്തുവായി കണ്ട പൗരാണികവും ആധുനികവുമായ നാഗരികതകൾ അന്നും ഇന്നും ഉണ്ട്. ഒരു കാലത്ത് സ്ത്രീക്ക് ഹൃദയമുണ്ടോ എന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്ന യൂറോപ്പിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ത്രീകൾ മാറുമറക്കരുത് എന്ന് നിയമം അനുശാസിച്ചിരുന്ന, നിയമം കൊണ്ടുവന്നിരുന്ന നമ്മുടെ കേരളക്കര അടക്കമുള്ള ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അവസ്ഥ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ഏറ്റവും പരിശുദ്ധമായി അവർ പരിഗണിച്ചിരുന്ന കഅബാലയം വരെ ഇന്നൽ മുശ്രികീന കാനൂ യതൂഫൂന ബിൽ ബൈത്തി ഉറാത്ത്, അവർ നഗ്നരായിട്ട് കഅബ തവാഫ് ചെയ്യാറുണ്ടായിരുന്നു. ആണും പെണ്ണും അവരവരുടെ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ചാണ് പരിശുദ്ധ കഅബാലയത്തിന് ചുറ്റും ജാഹിലിയ കാലത്ത് തവാഫ് ചെയ്തിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിലും ടിപ്പു സുൽത്താൻ വരുന്നത് വരെ, മാറുമറക്കാനുള്ള ഓർഡിനൻസ് ഇറക്കുന്നത് വരെ, അങ്ങനെ കച്ചകൾ അവർക്ക് വിതരണം ചെയ്യപ്പെടുന്നത് വരെ ഇവിടെ ഓർഡിനൻസ് നിലവിലുണ്ടായിരുന്നു. മാറുമറക്കാൻ പാടില്ല. അതിന്റെ പേരിൽ സ്വന്തം സ്ഥലങ്ങൾ അറുത്തു മാറ്റപ്പെട്ട സ്ത്രീകൾ ഈ കേരളീയ സമൂഹത്തിൽ ജീവിച്ചിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിനുവേണ്ടി രാജകീയമായ ശാസനകൾ നിലനിന്നിരുന്നു. ചില പ്രത്യേക വിഭാഗങ്ങൾ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി രാജ്യത്ത് ശക്തമായി നിലകൊണ്ടിരുന്നു എന്നത് കേരളത്തിന്റെ പൗരാണിക ചരിത്രം പഠിക്കുന്ന, ഒരുപാടൊന്നും മുന്നോട്ട് പോണ്ട, ഒന്നരയോ ഒരു നൂറ്റാണ്ട് മുമ്പത്തെ ചരിത്രം തന്നെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതിയാണ്. അതൊക്കെ അപരിഷ്കൃത സമൂഹം എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റി നിർത്താം. എന്നാൽ പരിഷ്കൃത സമൂഹം എന്നറിയുന്ന ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹവും ഏതാണ്ട് അതേ അപരിഷ്കൃത സ്വഭാവത്തോടുകൂടി തന്നെയാണ് സ്ത്രീ സമൂഹത്തെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ കാമാസക്തിക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ സ്ത്രീകളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നത് ആധുനികതയുടെ ലേബലൊട്ടിച്ചുകൊണ്ട് അവരിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ്. ഫാഷൻ ഷോകളിലൂടെയും പരസ്യങ്ങളിലൂടെയും ഉപഭോഗ അല്ലെങ്കിൽ ഈ സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളുടെയൊക്കെ പ്രചരണത്തിലൂടെ സ്ത്രീയെ കൂടുതൽ നഗ്നയാക്കുക, അങ്ങനെ നഗ്നത പ്രദർശിപ്പിക്കുക എന്നത് അവരുടെ അവകാശമാണ്. മൈ ബോഡി മൈ റൈറ്റ്, എന്റെ ശരീരം എന്റെ അവകാശമാണ്, അതാർക്ക് എപ്പോ എങ്ങനെ കാണിച്ചു കൊടുക്കണമെന്ന് പറയാൻ മതങ്ങൾക്ക് പറ്റില്ല, അവർക്ക് അതിനുള്ള അധികാരമില്ല എന്ന് വാദിക്കുന്നിടത്തേക്ക് വീണ്ടും അതേ ജാഹിലിയ സമൂഹം അല്ലെങ്കിൽ പൗരാണിക സമൂഹത്തിന്റെ അതേ അവസ്ഥയിലേക്ക് ഇന്ന് പുതിയ സമൂഹങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവര് ഹിജാബിനെ ഇത്രമേൽ അസഹിഷ്ണുതയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഹിജാബ് അത് മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിക്ക് തടസ്സമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല എന്ന് അവർക്കും അറിയാം. ഇന്നലെയും മിനിയാന്നുമൊക്കെയായി നമ്മൾ പത്രത്തിൽ ഒരു ഓട്ടത്തിന്റെ ചിത്രം കണ്ടു. ഒരു നല്ല ശിരോവസ്ത്രമണിഞ്ഞ, നല്ല പർദ്ദ പോലെയുള്ള ഒരു വസ്ത്രമണിഞ്ഞ മറ്റൊരു മതസമൂഹത്തിലെ ഒരു പുരോഹിത, ഒരു സ്ത്രീ, അവർ ഓടി ഒന്നാം സ്ഥാനം നേടിയതിന്റെ ചിത്രം വളരെ പ്രാധാന്യത്തോടു കൂടി പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടായി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതേ സ്ഥാനത്ത് ഒരു മുസ്ലിം പെൺകുട്ടി പർദ്ദ അണിഞ്ഞുകൊണ്ട്, ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ട് ഓടിയാൽ അവളെ ഓട്ടം അതിനുമേൽ ഫസ്റ്റിന് മേൽ വേറെന്തെങ്കിലും കിട്ടേണ്ടതായിരുന്നു. പക്ഷേ കിട്ടാതിരുന്നത് അവൾ പർദ്ദ ധരിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ശിരോവസ്ത്രം ധരിച്ചത് കൊണ്ടാണ് എന്ന് പറയപ്പെടുമായിരുന്നില്ലേ നമ്മളെ സമൂഹം? കാര്യകാരണമൊന്നും വേണ്ട, വെറുതെ പറഞ്ഞു വെക്കുക. 1000 തവണ പറഞ്ഞാൽ അത് സമൂഹം അംഗീകരിച്ചു കൊള്ളും എന്നത് വേറെ പല സംഗതികളുടെയും ഉദാഹരണങ്ങൾ എടുത്ത് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഹിജാബിന്റെ വിഷയത്തിലും അവരങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് നമുക്ക് ഈ വിഷയത്തിലുള്ള നിലപാട്? ഹിജാബ് എന്നത് നമ്മൾ ആരെയെങ്കിലും പിടിച്ചു നിർത്തിയിട്ട് ധരിപ്പിക്കുന്ന ഒന്നല്ല. വഴിയിലൂടെ പോകുന്ന അന്യമതസ്ഥരായ ഏതെങ്കിലും ഒരു സ്ത്രീയെ പിടിച്ചു നിർത്തി ഒരു ഹിജാബ് ഇട്ടുകൊടുത്ത്, ഒരു പർദ്ദ ഇട്ടുകൊടുത്ത്, തലയിൽ ഒരു സ്കാർഫ് ഇട്ട് കൊടുത്തിട്ട് ഇനി പോണം എന്ന് ലോകത്തൊരിടത്തും ഒരു മുസ്ലിം സമുദായത്തിന് അംഗവും നാളിതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല, ആവശ്യപ്പെടുകയുമില്ല. അതിന് മതം അനുശാസിക്കുന്നില്ല, അനുവാദം കൊടുക്കുന്നില്ല. ഈ പറയുന്നത് മുഴുവൻ ഇസ്ലാമിക വിശ്വാസ സംഹിതയിൽ ജീവിക്കുകയും അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യണമെന്ന ആഗ്രഹമുള്ള ആണിനെയും പെണ്ണിനെയും കുറിച്ചാണ്. അതിൽ മറ്റുള്ളവർ അസന്തുഷ്ടരാകുന്നതും അസഹിഷ്ണുക്കളാകുന്നതും എന്തിന്റെ പേരിലാണ് എന്ന് ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും നമുക്ക് മനസ്സിലാകുന്നില്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഇസ്ലാം എന്ന് പറയുന്ന ദർശനം തന്നെ ജീവിതത്തിന്റെ പൂർണ്ണമായ സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന,
ചില മതങ്ങൾക്ക് തലയിൽ എന്ത് ചെയ്യണം, കാലിൽ എന്ത് ചെയ്യണം, ഉടലിൽ എന്ത് ചെയ്യണം എന്നൊന്നും ചിലപ്പോൾ ശാസനകൾ ഉണ്ടാവില്ല. അത് നമ്മുടെ കുറ്റമല്ല. മറിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്ന് പറയുന്നത് മുഴുവൻ മനുഷ്യ ജീവിതത്തെയും സമൂലമായി ഉൾക്കൊള്ളുന്നതാണ്. ആ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ വിശ്വാസത്തിന്റെ കാര്യങ്ങൾ മാത്രമല്ല, ഒരു മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ, അവന്റെ വസ്ത്രം, അവന്റെ പാർപ്പിടം, അവന്റെ ഭക്ഷണം, അവന്റെ എല്ലാ ജീവിത സംവിധാനങ്ങളെ കുറിച്ചും കൃത്യമായ ദർശനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ആണായാലും പെണ്ണായാലും ശരി, അവൻ ധരിക്കേണ്ട വസ്ത്രവും അതിൽപ്പെടുന്നതാണ്. അവിടെ ആൺ പെൺ എന്നൊരു വ്യത്യാസം ഇസ്ലാം കൽപ്പിക്കുന്നില്ല. രണ്ടു കൂട്ടർക്കും മാന്യമായ വസ്ത്രം എന്നതാണ് ഇസ്ലാമിന്റെ ആദ്യത്തെ കാഴ്ചപ്പാട്. മാത്രമല്ല, ആണിന് പെണ്ണിനേക്കാൾ അല്ലെങ്കിൽ പെണ്ണിന് ആണിനേക്കാൾ 1 ഡിഗ്രി മേലെ വെച്ച് ആണിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവന്റെ ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. എല്ലാ സ്ഥലങ്ങളിലും ഖുർആൻ അടിവരയിട്ട് പറഞ്ഞത് യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ. പടച്ച തമ്പുരാനെ നിങ്ങൾ സൂക്ഷിക്കണം. ഒരാത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിക്കുകയും ആ ആത്മാവിൽ നിന്ന് തന്നെ അവന്റെ ഇണയെ സൃഷ്ടിക്കുകയും ചെയ്തവനാണ് അള്ളാഹു. പെണ്ണ് എന്ന് പറയുന്നത് ആണിന്റെ പാതിയാണ്, കുറഞ്ഞതോ കൂടിയതോ അല്ല. അതേപോലെ തന്നെ സ്ഥാനം നൽകണമെന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്ന, അതില്ലാത്ത ഒരു സമൂഹത്തിലാണ് ഇസ്ലാമിക ദർശനം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചത്. പെണ്ണിനെ കുഴിച്ചു മൂടപ്പെട്ടിരുന്ന ഒരു കാലത്ത്, പെണ്ണിനെ പെണ്ണായി പരിഗണിക്കാതിരുന്ന ഒരു കാലത്ത്, അവൾ ഉപഭോഗ വസ്തുവായിരുന്ന, അവൾ തന്റെ കാമപൂർത്തീകരണത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന, അങ്ങേയറ്റം ദുഷിച്ചുപോയ ഒരു വ്യവസ്ഥിതിയിലാണ് ഇസ്ലാമിക പ്രബോധനം ആരംഭിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് അവളെ തുല്യതയുള്ളവളാക്കുക എന്നതായിരുന്നു ഇസ്ലാമിന്റെ ഒന്നാമത്തെ പണി. അതിനുവേണ്ട എല്ലാ നടപടിക്രമങ്ങളും ഇസ്ലാം പൂർത്തിയാക്കി. ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തിൽ പോലും അവസാനമായി പ്രവാചകൻ പറഞ്ഞു നിർത്തിയത്, സ്ത്രീകളുടെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു, അവർക്ക് വേണ്ട മാന്യതയും അവർക്ക് വേണ്ട സുരക്ഷിതത്വവും അവർക്ക് വേണ്ട ജീവിത സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കൽ നമ്മുടെ കടമയാണ്, പുരുഷന്റെ കടമയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ അർത്ഥത്തിൽ അവരുടെ ശരീരവും പവിത്രമാണ്. സ്ത്രീ പവിത്രമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ പ്രത്യേകതയുള്ളതാണ് സ്ത്രീയുടെ ശരീരവും പവിത്രമാണ്. ആണിന്റെ ആണെങ്കിലും പെണ്ണിന്റെ ആണെങ്കിലും അള്ളാഹു നൽകിയ ശരീരം പവിത്രമാണ്. യാ ബനി ആദമ ഖദ് അൻസൽനാ ഇലൈക്കും ലിബാസൻ, അല്ലയോ ആദം സന്തതികളെ, ഞാനിതാ നിങ്ങൾക്ക് വസ്ത്രം നൽകിയിരിക്കുന്നു. യുവാരി സൗആതിക്കും, നിങ്ങളുടെ ഗുഹ്യസ്ഥാനം അല്ലെങ്കിൽ നിങ്ങൾ മറക്കേണ്ട സ്ഥാനം, അതിലൂടെ നിങ്ങൾക്ക് മറക്കപ്പെടും. ഒരു ഈശൻ നിങ്ങൾക്ക് അലങ്കാരമാക്കിയിട്ടും അത് നാം നൽകിയിരിക്കുന്നു. വലിബാസു തഖ്വ ഖൈറുൻ ദാലിക. അതേസമയം ഈ ധരിക്കുന്ന വസ്ത്രത്തിനൊക്കെ മാന്യത കൈവരണമെങ്കിൽ അതിനപ്പുറത്തുള്ള ലിബാസു തഖ്വ, തെക്കുവയുടെ വസ്ത്രം നിങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട്. ദാലിക മിൻ ആയാത്തില്ല, അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ലഅല്ലഹും യദ്ദക്കറൂൻ, നിങ്ങൾ സ്മരിക്കുന്നതിന് വേണ്ടി, കാര്യങ്ങളുടെ ഗൗരവ സ്വഭാവത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സുരക്ഷിതത്വത്തിന്റെ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സംരക്ഷണത്തിന്റെ സംവിധാനമാണിത്. അതുകൊണ്ട് ആണിനും പെണ്ണിനും അവർക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾ നൽകി. ഭൂമിയിലെ മനുഷ്യന് മാത്രം അല്ലാഹു നൽകിയ ഒരു സംവിധാനമാണ് വസ്ത്രം എന്നുള്ളത്. അതാ ഖുർആൻ എടുത്തു പറയാൻ കാരണം. വേറെ ഒരു ജീവജാലവും വസ്ത്രം ധരിക്കുന്നില്ല, ഒരു പക്ഷിയും വസ്ത്രം ധരിക്കുന്നില്ല, ഒരു മൃഗവും വസ്ത്രം ധരിക്കുന്നില്ല. ലോകത്ത് നമ്മളത് കണ്ടിട്ടില്ല. അതിന് പകരം പരിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾക്ക് നാം വസ്ത്രം നൽകി, അത് നിങ്ങളുടെ നഗ്നതയെ മറക്കുന്നതിനാണ്, ഗോപ്യമാക്കി വെക്കുന്നതിനാണ്, കാണാൻ പാടില്ലാത്തത് കാണാതിരിക്കാനാണ്, നിങ്ങളിൽ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കാനാണ്. അത് പുരുഷന്റെ വസ്ത്രവും നമ്മൾ സാധാരണ രീതിയിൽ ഹിജാബിനെ കുറിച്ച് പറയുമ്പോൾ അതൊക്കെ പെണ്ണുങ്ങൾക്ക് കൊടുക്കലാണ്, അല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ രണ്ടാമത് പറഞ്ഞത് വലിബാസു തഖ്വ, അത് ആണുങ്ങൾക്ക് കൂടി ബാധകാണ്. തഖ്വയുടെ വസ്ത്രം ധരിക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്തൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹൻ നബിയ്യു ഖുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ, പ്രവാചകരെ താങ്കൾ പറയണം, ഖുല്ലി അസ്വാജിക താങ്കളുടെ പത്നിമാരോട് പറയണം, വബനാതിക താങ്കളുടെ പെൺമക്കളോട് പറയണം, വനിസാഇൽ മുഅ്മിനീൻ സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറയണം, യുബ്ദീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരവരുടെ മൂടുപടം വിട്ടുകൊള്ളട്ടെ. ദാലിക അദ്നാ അൻ യുറഫ്ന വലാ യുദൈന, അവർ തിരിച്ചറിയപ്പെടാനും അവർ ആക്രമിക്കപ്പെടാതിരിക്കാനും അവർക്ക് ഉപദ്രവമില്ലാതിരിക്കാനും അതാണ് ഏറ്റവും ഉത്കൃഷ്ടമായത്. വകാന അല്ലാഹു ഗഫൂറർ റഹീമ, അള്ളാഹു നിങ്ങളിൽ സംഭവിച്ച എല്ലാ അപാകതകളെയും പൊറുക്കുന്നവനും അങ്ങനെ പൊറുക്കാൻ കാരുണ്യമുള്ളവനുമാണ്. ഇസ്ലാമിന്റെ നിർദ്ദേശമനുസരിച്ച് സ്ത്രീ അവരുടെ ശരീരത്തിന്റെ കാണിക്കാൻ പാടില്ലാത്ത ഭാഗങ്ങൾ
പൂർണ്ണമായി മറച്ചു വെക്കണമെന്നത് ഇസ്ലാം അതിന്റെ ആദ്യ നാളുകളിൽ തന്നെ നൽകിയ നിർദ്ദേശങ്ങളിൽപ്പെട്ടതാണ്. പുരുഷനോടും പറഞ്ഞു, നീ നിന്റെ ദൃഷ്ടികൾ താഴ്ത്തേണ്ടതുണ്ട്. ഒമാക്കാന് അതിൽ ഒരു ഇളവും കൊടുത്തിട്ടില്ല. ഒമാക്കാനിൽ മുഅ്മിനിൻ ഒരു മുഅ്മിനും മുഅ്മിനത്തിനും അനുവാദമില്ല ഇദാ ഖദല്ലാഹു റസൂലുഹു അംറൻ, അല്ലാഹും അവന്റെ പ്രവാചകനും ഒരു നിയമം നിങ്ങൾക്ക് നൽകിയാൽ അൻ യകൂന ലഹുമുൽ ഖിയറത മിൻ അംരിഹിം, പിന്നെ നിങ്ങൾക്ക് യഥേഷ്ടം അതിലൊന്ന് തെരഞ്ഞെടുക്കാൻ, നിങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് തെരഞ്ഞെടുക്കാനുള്ള ഒരു അധികാരവും നിങ്ങൾക്ക് നൽകിയിട്ടില്ല. വമൻ യഅസില്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ആരെങ്കിലും ധിക്കരിച്ചാൽ ഫഖദ് ദല്ല ദലാലൻ മുബീന, അവൻ തികഞ്ഞ വഴികേടിലാണ്. മാത്രമല്ല, ഈ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കാൻ പറയുന്നവരെ കുറിച്ചും ഖുർആൻ പറഞ്ഞു, അവർ പിശാചും പിശാചിന്റെ കൂട്ടാളികളുമാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ധരിക്കുന്ന വസ്ത്രം അത് ഇസ്ലാമിന്റെ വസ്ത്രമാണെങ്കിൽ ആ വസ്ത്രത്തെ ഒഴിവാക്കണം, നിങ്ങളത് മാറ്റി നിർത്തണമെന്ന് പറയുന്നവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അത് പിശാചും പിശാചിന്റെ ആളുകളുമാണ്. യാ ബനി ആദം, അല്ലയോ ആദം സന്തതികളെ, ലാ യഫ്തിനന്നകും ശൈത്താൻ, പിശാച് നിങ്ങളെ അപകടത്തിൽപ്പെടുത്താതിരിക്കട്ടെ, നിങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കാതിരിക്കട്ടെ. തമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ അവരുടെ വസ്ത്രങ്ങൾ അവൻ ഊരിക്കളഞ്ഞു. അവരുടെ നാണം, അവരുടെ രഹസ്യമായ സംഗതികൾ അവർക്ക് കാണുന്നതിന് വേണ്ടി. ഇന്നഹു യറാക്കും വ ഖബീലുഹു, ആ പിശാചും പിശാചിന്റെ ആളുകളും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾ അവരെ കാണാതിരിക്കെ തന്നെ. നിങ്ങൾ അവരെ കാണുന്നില്ല, പല വേഷത്തിലും പല കോലത്തിലും പല രൂപത്തിലും ആ പിശാച് നിങ്ങളുടെ വസ്ത്രമഴിപ്പിക്കാൻ, ഇത് പിന്തിരിപ്പനാണെന്ന് പറയാൻ, ഇത് വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നാ ജഅൽന ശയാതീന ഔലിയാ ലില്ലദീന ലാ യഅലമൂൻ, പിശാചിനെ അല്ലാഹുവിനെ അറിയാത്ത, പടച്ചവനെ തിരിയാത്ത ആളുകളുടെ കൂട്ടാളികളാക്കി നാം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഇസ്ലാം പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിം സ്ത്രീയുടെ ഹിജാബ് എന്ന് പറയുന്നത് അവളുടെ ചിഹ്നമാണ്. അത് കേവലം ഒരു കഷ്ണം തുണിയുടെ ഒരു ചർച്ചയല്ല, അത് അവളുടെ ഐഡന്റിറ്റിയാണ്. അള്ളാഹു അവൾക്ക് നൽകിയ ഒരു അഭിമാനത്തിന്റെ ചിഹ്നമാണ്. അതുണ്ടാകണം നിന്റെ കൂടെ, നിന്റെ രക്ഷയായി, നിന്റെ ഐഡന്റിറ്റിയായി, നിന്റെ സുരക്ഷിതത്വത്തിന് അതുണ്ടാകണം. ഇന്ന വസ്ത്രങ്ങൾ നീ ധരിക്കണം എന്ന് പടച്ചതമ്പുരാൻ അവരോട് പറഞ്ഞതാണ്. അതനുസരിച്ച് മുന്നോട്ട് പോകൽ ഇസ്ലാമികമായ ബാധ്യതയാണ് അവർക്ക്. അതാര് പറഞ്ഞാലും മാറ്റാൻ അവർക്ക് നിർവാഹമില്ല. അതാരെങ്കിലും ഒച്ചയിടുമ്പോഴേക്ക്, ആരെങ്കിലും ആക്രോശിക്കുമ്പോഴേക്ക്, മാറ്റണമെന്ന് പറയുമ്പോഴേക്ക് മാറ്റാൻ താല്പര്യപ്പെടുന്ന ഒരു വസ്ത്രത്തിന്റെ പേരല്ല ഹിജാബ്. അത് എന്റെ ചിഹ്നമാണ്, ഞാനൊരു വിശ്വാസിനിയാണെങ്കിൽ എന്റെ ചിഹ്നമാണ്, എന്റെ അടയാളമാണ് എന്ന് ഓരോ പെണ്ണിനും ഓരോ മുസ്ലിം സ്ത്രീക്കും ബോധ്യം വരേണ്ടതുണ്ട്. ആർക്കാണ് എപ്പോഴാണ് ഹിജാബ് അള്ളാഹു നിർബന്ധമാക്കിയത് നമ്മൾ മനസ്സിലാക്കിയത്? അല്ലെങ്കിൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ 6-ാം നൂറ്റാണ്ടിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിന് നിർബന്ധമാക്കി കൊടുത്ത ഒരു സംഗതി മാത്രമല്ല ഹിജാബ്. അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഇദ്ദയുടെ സന്ദർഭത്തിൽ മാത്രം ധരിക്കാനുള്ള ഒരു വസ്ത്രത്തിന്റെ പേരല്ല ഹിജാബ്. നമസ്കാരത്തിന്റെ സമയത്തോ ഉംറക്ക് പോകുമ്പോഴോ ഹജ്ജിന് പോകുമ്പോഴോ ഒരു പെണ്ണിന് ധരിക്കാനുള്ള വസ്ത്രത്തിന്റെ പേരുമല്ല ഹിജാബ്. ഇനി അതിലും കവിഞ്ഞാൽ നാട്ടിലെ ഉസ്താദിനെയോ മൗലവിമാരെയോ ഒക്കെ കാണുമ്പോ എടുത്തു വിടാനുള്ള ഒരു വസ്ത്രവുമല്ല ഹിജാബ്. ഹിജാബ് പെണ്ണിന്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു വസ്ത്രമാണ്, അവളുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്ത്രമാണ്. പ്രായപൂർത്തിയായ മുസ്ലിം സ്ത്രീ അന്യ പുരുഷന്റെ മുമ്പിൽ എങ്ങനെ ചെല്ലണമെന്ന് പഠിപ്പിച്ചത് ഖുർആനാണ്. കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യം അത് ആണുങ്ങളോടാ പറഞ്ഞത്. പ്രവാചകരെ മുഅ്മിനുകളായ ആളുകളോട് പറയണം, യഗ്ളൂ മിൻ അബ്സാരിഹിം, അവരവരുടെ ദൃഷ്ടികൾ താഴ്ത്തണം. ആണിനോടും ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രമിടണം എന്ന് പറയുന്നത് പ്രായോഗികമായ ഒരു സംഗതിയല്ല. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഉപകാരമില്ല. മാത്രമല്ല അവന്റെ ദൈനംദിന കാര്യങ്ങൾക്ക് വലിയ തടസ്സമുണ്ടാക്കുന്ന ഒരു സംഗതി കൂടിയാണത്. മാത്രമല്ല അവന്റെ ഔറത്ത് തീരുമാനിച്ചപ്പോ അവൻ അനുയോജ്യമായ ഔറത്ത്. അതുകൊണ്ട് ലോകത്ത് എന്തെങ്കിലും പുരുഷന്റെ കൈയിന്റെ ഭാഗം കണ്ടു, കാലിന്റെ ഭാഗം കണ്ടു, തല കണ്ടു എന്നതുകൊണ്ട് ലോകത്ത് എന്തെങ്കിലും ഒരു അപകടമുണ്ടാകുന്നു എന്ന് ഇതുവരെ ഒരു നരവംശ ശാസ്ത്രജ്ഞനും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടില്ല. മറിച്ച് അവനോട് പറഞ്ഞത് യഗ്ളൂ മിൻ അബ്സാരിഹിം, നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തണം, വയഹ്ഫദൂ ഫുറൂജഹും, നിങ്ങളുടെ മുഖ്യസ്ഥാനം നിങ്ങൾ സൂക്ഷിക്കണം. വലിയ അർത്ഥതലങ്ങളുള്ളതാണത്. നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തണമെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ കണ്ടാൽ നോക്കരുത് എന്ന് മാത്രമല്ല,
കണ്ണുകൊണ്ട് ചെയ്യുന്ന എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കുക എന്നത് ഇസ്ലാമിന്റെ ആഹ്വാനമാണ്. അത് മൊബൈലിലാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രദർശന സംഗതികളിലാണെങ്കിലും ജീവിതത്തിന്റെ ഏത് അവസ്ഥകളിലാണെങ്കിലും ശരി, അവരുടെ ദൃഷ്ടികൾ അവർ താഴ്ത്തണം. കാണാൻ പാടില്ല, നോക്കാൻ പാടില്ല. സാൻമാർഗികതയുടെ ജീവിത സുഗന്ധത്തിന്റെ എല്ലാ തലങ്ങളിലൂടെയും അവന് കടന്നു പോകാൻ കഴിയണം. ലൈംഗികമായ പരിശുദ്ധി വേണമെന്ന് പറഞ്ഞാൽ അത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരവും പാടില്ല, ചെവി കൊണ്ടുള്ള വ്യഭിചാരവും പാടില്ല, കാലുകൊണ്ടുള്ള വ്യഭിചാരവും പാടില്ല. പ്രവാചകൻ പറഞ്ഞു ഓരോ അവയവവും വ്യഭിചാരത്തിൽ പങ്കുവഹിക്കുന്നുണ്ട്. കണ്ണിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നോക്കലാണ്, കാതിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അത് കേൾക്കലാണ്. ആ അർത്ഥത്തിൽ അവരെ ഗുഹ്യസ്ഥാനങ്ങൾ അവർ സൂക്ഷിക്കണം. അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധമായത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു നന്നായിട്ട് അറിയുന്നവനാണ്. എന്നിട്ടാണ് പറയുന്നത് വഖുല്ലിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറയണം പ്രവാചകരെ, യഅ്ദുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദുന ഫുറൂജഹുന്ന, അവരവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ, അവരുടെ ഗുഹ്യസ്ഥാനത്ത് അവർ സൂക്ഷിക്കട്ടെ. അതുപോലെ തന്നെ വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ദഹറ മിൻഹാ, അവരുടെ വസ്ത്രത്തിൽ, അവരുടെ ശരീരത്തിൽ നിന്ന്, അവരുടെ അലങ്കാരത്തിൽ നിന്ന് സ്വയം പ്രകടമാകുന്നതൊഴികെ മറ്റൊന്നും അവർ പ്രകടമാക്കാൻ പാടില്ല. അവരുടെ ശിരോവസ്ത്രം അവരുടെ മാറിന് മേൽ അവർ പതിച്ചിടട്ടെ. വലാ യുബ്ദീന സീനതഹുന്ന, അവരവരുടെ അലങ്കാരം വെളിവാക്കരുത്. ഇല്ലാ ലിബൂലത്തിഹിന്ന എന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് പിന്നീട് ഖുർആൻ പറയുന്നുണ്ട്. അവരുടെ ഭർത്താവ്, പിതാവ്, മക്കള് തുടങ്ങി കുറെ ആളുകളെ ലിസ്റ്റ് ഖുർആൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഈ ആളുകളെ മുന്നിലല്ലാതെ നിന്റെ സൗന്ദര്യം നീ വ്യക്തം വെളിവാക്കാൻ പാടില്ല. അത് നിനക്ക് വേണ്ടി അള്ളാഹു തീരുമാനിച്ച ഒരു സംവിധാനത്തിന്റെ പേരാണ്. അത് പാലിക്കുക എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതിനുവേണ്ടിയാണ് ആ ഒരു സംവിധാനം അള്ളാഹു വെച്ചു കൊടുത്തത്. അഥവാ അവരുടെ സംരക്ഷണം ഹിജാബിനുണ്ട്. ഇസ്ലാം ഉറപ്പുവരുത്തുന്നു അവരുടെ സംരക്ഷണം. കൊത്തിപ്പറിക്കാൻ അവസരമില്ല. കാമ കണ്ടുകൊണ്ട് നോക്കാൻ കിട്ടുന്ന ഒന്നായി മാറരുത് ഒരു മുസ്ലിം പെണ്ണ്. യാ അയ്യുഹൻ നബിയ്യ ഖുൽ അസ്വാജിക വബനാതിക എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രവാചകരെ അവരോട് പറയണം അവരവരുടെ സീനത്ത് വെളിവാക്കരുത്. വലാ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മാറിലേക്ക് അവർ വസ്ത്രമിടട്ടെ. ദാലിക അദ്നാ അല്ലാ യുറഫന അൻ യുറഫന വലാ യുദീന, അവരെ അറിയണം, അവരെ തിരിച്ചറിയാൻ ഇതൊരു മുസ്ലിം പെണ്ണാണ്, ഇവിടെ എന്റെ ആ കാമ കണ്ടുകൊണ്ട് നോക്കാൻ പാടില്ല, അവളെ തുറിച്ചു നോക്കാൻ പാടില്ല, അവൾ അതിന് നിൽക്കുന്നവളല്ല. ഒരു സംരക്ഷണത്തിന് ഇന്നും ലോകത്ത് പ്രാക്ടിക്കലായിട്ട് അതാ നടക്കുന്നത്. നിങ്ങൾ നോക്ക്, ഒരു പർദ്ദ ധരിച്ചുകൊണ്ട് മാന്യമായി വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു സ്ത്രീ നടന്നു പോകുമ്പോ സാധാരണ അങ്ങാടിയിൽ ഇരുന്ന് തുറിച്ചു നോക്കുന്ന ആളുകൾ പോലും നോക്കാൻ മടി. കാരണം അത് അതിനുള്ള ആളുകളല്ല. അവരങ്ങനെ നോക്കണ്ട, നോക്കിയിട്ടൊരു കാര്യമില്ല. പിന്നെ വരുന്നത് അർദ്ധനഗ്നയായ ഒരു സ്ത്രീയാണെങ്കിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇരുന്നും നിന്നും നോക്കും. കാരണം അവന്റെ ഉള്ളിലൊരു താല്പര്യം ജനിക്കും, അവളെ നോക്കാനുള്ള പരുവത്തിലാ പോകുന്ന ഒന്നുകൊണ്ട് നോക്കിക്കളയാം. ഒരു സംരക്ഷണത്തിന്റെ ഭിത്തി ഓരോ സ്ത്രീക്ക് മുന്നിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെടുന്നു എന്നതാണ് അതിന്റെ. അത് തന്റെ നിലപാടായി സ്വയം പ്രഖ്യാപിക്കാനാണ് ഓരോ സ്ത്രീയോടും അല്ലാഹു ആവശ്യപ്പെടുന്നത്. മാത്രമല്ല അത് അവരുടെ വിശുദ്ധിയുടെ വസ്ത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ മതങ്ങളും വിശുദ്ധി ആവശ്യപ്പെടുന്നവർക്കൊക്കെ ഈ വസ്ത്രം കൊടുക്കും. ക്രിസ്തു മതമാണെങ്കിൽ നിങ്ങൾ നോക്ക്, കന്യാസ്ത്രീകൾക്ക് ഇതേ വസ്ത്രമാണ്. എന്തിനാ? അപ്പൊ അവരിൽ വിശുദ്ധരായി ജീവിക്കേണ്ട ഒരു വിഭാഗം അവരാണ്. ജൂതമതത്തിലാണെങ്കിലും അങ്ങനെ തന്നെ, അവരുടെ മതപുരോഹിതകൾക്ക് വിശുദ്ധിയുടെ വസ്ത്രമായി ഇതൊക്കെ ഉണ്ട്. ഹിന്ദു മതത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു സന്യാസിനിയെ നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ശിരസ് മറച്ചിട്ടുണ്ടാകും. ഞാൻ അതിനെ പഠിക്കാനല്ല ഈ പറയുന്നു, മറിച്ച് ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചോളം അത് അവരുടെ വിശുദ്ധിയുടെ, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ലോകത്ത് ഒരു വിഭാഗം പെണ്ണുങ്ങൾ മാത്രം വിശുദ്ധിയുള്ളവരായ പോരാ, മുഴുവൻ സ്ത്രീകളും, വിശ്വാസിനികളായ മുഴുവൻ സ്ത്രീകളും ഈ വിശുദ്ധിയോട് കൂടി ജീവിക്കണം. വൈദാ സഅൽതുമുഹുന്ന മതാൻ ഫസ്അലുഹുന്ന മിൻ വറാഇ ഹിജാബ്. അതുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ആണുങ്ങളോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മറക്കപ്പുറത്ത് നിന്നുകൊണ്ട് ചോദിക്കണം. ദാലിക്കും അത്ഹറു ലിഖുലൂബിക്കും വഖുലൂബിഹിന്ന, അത് നിങ്ങളുടെ ഹൃദയത്തിനും അവരുടെ ഹൃദയത്തിനും, ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പറഞ്ഞു, ഏറ്റവും സംസ്കാരപൂർണമായ നടപടി അതാണ്. അതുകൊണ്ട് ആ ഒരു മറ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഹിജാബിന്റെ പേര് തന്നെ മറ എന്നാണ്. ഒരു മറയാണത്. എന്തിൽ നിന്നൊക്കെ മറ? കാമാർത്തി പൂണ്ട കണ്ണിൽ നിന്നുള്ള മറ, അരുതായ്മകളോടുകൂടിയുള്ള നോട്ടത്തിൽ നിന്നുള്ള മറ, ആക്രമണത്തിൽ നിന്നുള്ള മറ, തന്റെ അഭിമാനവും തന്റെ ശരീരവും തന്റെ അന്തസ്സും സൂക്ഷിക്കാനുള്ള ഒരു മറ, അതുമായി ബന്ധപ്പെട്ട വസ്ത്രമാണ് അവൾക്ക് നൽകിയത്. എന്നിട്ട് അവളോട് പറഞ്ഞു, നിർബന്ധമായി ഇത് ധരിക്കണം. ഐച്ഛികമായൊരു കർമ്മല്ല. നമ്മുടെ സ്ത്രീകളൊക്കെ പലപ്പോഴും മനസ്സിലാക്കുന്നത് കുറെ ആളുകൾ ഹിജാബ് ധരിക്കും,
അത് അവരെന്തോ ഒരു ഫാഷനായിട്ട് ഇങ്ങനെ ധരിക്കുന്നതാണ്. അത് വേണ്ടവര് ധരിച്ചാൽ മതി. സമൂഹത്തിലെ കുറച്ച് പെണ്ണുങ്ങൾ ഇങ്ങനെ ഹിജാബൊക്കെ ധരിച്ചു പോട്ടെ, ബാക്കിയുള്ളവരല്ലാതെ ധരിച്ചു പോട്ടെ. അല്ല, വിശ്വാസിനികളോട് കൃത്യമായി അള്ളാഹു ആവശ്യപ്പെട്ടതാണ്, നിങ്ങളിൽ മുഴുവൻ സ്ത്രീകളുടെയും വസ്ത്രധാരണ രീതി ഇതാണ്. ഇതല്ലാത്ത വസ്ത്രധാരണ രീതി ഉണ്ടെങ്കിൽ ഇത് ഇസ്ലാമിൻ്റെതല്ല. നിങ്ങൾ തല മറക്കുന്നില്ല, കാല് മറക്കുന്നില്ല, കൈ മറക്കുന്നില്ല, ഇടുങ്ങിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു, നേരിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു. ധരിക്കാം, നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നിങ്ങൾക്ക് ധരിക്കാം. പക്ഷെ അത് ഇസ്ലാമികമാണ് എന്ന് അവകാശപ്പെടരുത്. അത് നിങ്ങളുടെ വസ്ത്രധാരണ രീതി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പൊ തിരിച്ചൊരു ചോദ്യം, പെണ്ണെന്തിനാ ഈ മറയിൽ സൂക്ഷിച്ചു പോണത്? ആണുങ്ങൾ സൂക്ഷിച്ചാ പോരെ? ആണുങ്ങൾ എല്ലാവരും നോക്കുന്നു എന്നതുകൊണ്ട് പെണ്ണെന്തിന് ഈ പ്രയാസം നേരിടണം? സമൂഹത്തിലെ വല്ലാത്തൊരു ചോദ്യമാണ്. പുരുഷന്മാര് നോക്കുമെന്ന കാരണത്താൽ സ്ത്രീകൾ എന്തിന് അവരുടെ ശരീരം മറച്ചു വെക്കണം? പുരുഷനല്ലേ നന്നാവേണ്ടത്? ആണ്. അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്, പുരുഷനോട് ആദ്യം പറഞ്ഞത്, വിശ്വാസികളോടാണ് ഈ പറയല്. കുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. വിശ്വാസികളായ ആണുങ്ങളോട് പറയണം, നോക്കരുത്, അവരുടെ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കണം, അടച്ചു വാതില്. രണ്ടാമതാണ് പെണ്ണിനോട് പറയേണ്ടത്. പക്ഷെ അത് വിശ്വാസികളോടെ പറയാൻ പറ്റൂ. നാട്ടിലുള്ള ആളുകളോട് പറഞ്ഞാൽ ഇത് കേൾക്കോ? ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു. ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചപ്പോൾ നന്നായിട്ട് ഈച്ച വരികയാണ്. നമ്മൾ ഈച്ചനെ കൊല്ലലാണോ നിൽക്കാതെ പാത്രം വേറെ പാത്രം എടുത്തിട്ട് ഭക്ഷണം മൂടിയൊക്കെയല്ല ചെയ്യാം. നമ്മൾ തീരുമാനിക്കാണ്, ഈച്ചയല്ലേ വിഷയം, പാത്രം എന്തിനാ മൂടിയേക്കുന്നത്? എന്നാ പിന്നെ ഈച്ചനെ ഓരോന്നിനും അടിച്ചു കൊല്ലാം. അത് മണ്ടത്തരന്നല്ലേ പറയൂ. ഏറ്റവും നല്ലതൊരു പാത്രം, വേറൊരു പാത്രം എടുത്തിട്ട് ഈ ഭക്ഷണം മൂടി വെച്ചാൽ ഈച്ച അതിന്റെ വഴിക്ക് പോയിക്കോളും. ഇതാണ് ഹിജാബ്. നേരെ പറഞ്ഞാൽ ഇതാണ് ഹിജാബ്. ലോകത്തുള്ള സകല പുരുഷന്മാരോട് നിങ്ങൾ നോക്കരുത് എന്ന് പറഞ്ഞാൽ അവർ കേൾക്കൂല. കാരണം ഇതൊന്നും വിശ്വാസത്തിന്റെ ഭാഗമായി ജീവിക്കുന്നവരല്ല, അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കുന്നവരല്ല. ഭൂരിപക്ഷവും മറ്റ് മതസമൂഹങ്ങളിലും വിശ്വാസാദർശങ്ങളിലും ജീവിക്കുന്ന ആളുകളെ നിർബന്ധപൂർവ്വം ഇത് ചെയ്യാനും പറയാനും നമുക്ക് കഴിയില്ല. അപ്പൊ പിന്നെ നല്ലതെന്താ? ഞങ്ങളുടെ സ്ത്രീകൾ, നമ്മുടെ സ്ത്രീകൾ ആ മാന്യത ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിൽ, പ്രത്യേകിച്ച് അതുകൊണ്ട് ആർക്കെങ്കിലും പേടിപ്പെടുത്തുന്ന ഒരു ചിഹ്നമാണത് എന്ന് പറയാൻ ന്യായമായും ഒരു സംഗതിയും അതിലില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് യൂറോപ്പിലുള്ള സ്ത്രീകൾ പോലും ഇന്ന് ഹിജാബിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് കാരണം അതാണ്. കാരണം അവർ തന്നെ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ ധരിക്കുന്ന സ്ത്രീകളെ തുറിച്ചു നോട്ടം കുറവാണ്, അല്ലെങ്കിൽ ആണുങ്ങള് മറ്റൊരു മനസ്സോടുകൂടി അവരെ സമീപിക്കുന്നത് വളരെ കുറവായിട്ട് ഞങ്ങൾ കാണുന്നു എന്ന് ഇന്നും യൂറോപ്പിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ ചിന്തകന്മാരായ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം അതാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരിമാര് മനസ്സിലാക്കേണ്ടത്, ആ മറ നീക്കരുത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അയ്യുമാ ഇംറഅത്തിൻ നസഅത് സിയാബഹാ ഫീ ഗൈരി ബൈതിഹാ, സ്വന്തം വീട്ടിലല്ലാതെ, ഏറ്റവും അനുവദിക്കപ്പെട്ട ആളുകളുടെ മുമ്പിലല്ലാതെ വസ്ത്രം ഒരു സ്ത്രീ മാറ്റിയാൽ, വസ്ത്രം മാറ്റിയാൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി മാറ്റുന്നതിനെ കുറിച്ചല്ല, ആ സ്ത്രീയുടെ കാണാൻ പാടില്ലാത്ത ശരീരഭാഗങ്ങൾ കാണുന്ന രീതിയിൽ ആ വസ്ത്രം മാറ്റിയാൽ ഖറഖല്ലാഹു അന്നാ സിത്രഹാ, നാളെ യൗമുൽ ഖിയാമത്തിൽ അവരുടെ എല്ലാ രഹസ്യങ്ങളും അള്ളാഹു അങ്ങോട്ട് മാറ്റിക്കളയും, നീക്കിക്കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനേക്കാളൊക്കെ ഉപരി ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞെടുത്ത് മുഴുവൻ കുല്ലിൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളോട് പറയണം, വനിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ സ്ത്രീകളോട് പറയണം. നമ്മൾ ആരെങ്കിലും നിർബന്ധപൂർവ്വം വേറെ ആരെങ്കിലും ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞു? അങ്ങനെ ആരോട് പറഞ്ഞിട്ടില്ല. ഇത് നമ്മുടെ വിശ്വാസ സംഹിതയുടെ ഭാഗമാണ്. ഓരോ മനുഷ്യനും, ഓരോ ആണിനും പെണ്ണിനും അവന്റെ വിശ്വാസ സംഹിത അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ലോകത്ത് നൽകപ്പെട്ടതാണ്, മുഴുവൻ ഭരണഘടനയും നൽകപ്പെട്ടതാണ്. അതിനെതിരെ വിരൽ ചൂണ്ടുന്നതിനെയാണ് തെറ്റ് എന്നാണ് ഭരണഘടനയും ലോകവും ലോക ചരിത്രവും മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ളത്. വിശ്വാസിനികൾക്കുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കല് ഒരിക്കൽ കുറച്ച് സ്ത്രീകൾ, ബനൂ തമീം ഗോത്രത്തിലെ കുറച്ച് പെണ്ണുങ്ങൾ വന്നു. വദഖല നിസ്ബത്തുൻ മിൻ ബനീ തമീം അലാ ആയിഷ റളിയല്ലാഹു അൻഹ അലൈഹിന്ന സിയാബുൻ റിഖാബ്, നേരിയ ഇങ്ങനെ ഉള്ളിക്ക് കാണുന്ന വസ്ത്രം ധരിച്ചിട്ട് ആ സ്ത്രീകൾ വന്നത്. വഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് പറഞ്ഞു, ഇൻ കുൻതുന്ന മുഅ്മിനാത്ത്, നിങ്ങൾ വിശ്വാസിനികളാണെങ്കിൽ ഫലൈസ ഹാദാ ബിലിബാസിൽ മുഅ്മിനാത്ത്, ഇത് വിശ്വാസിനികളുടെ വസ്ത്രമല്ല. വഇൻ കുൻതുന്ന ഗൈറ മുഅ്മിനാത്ത്, അതല്ല, നിങ്ങൾ വിശ്വാസിനികൾ അല്ലെങ്കിൽ ഫലനുമത്യാകും, നിങ്ങൾക്കത് ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പൊ വിശ്വാസിനികളുടെ വസ്ത്രമാണ് ഞാൻ പറയുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശ്വാസിനികളോടാണ്, നിങ്ങൾ ഈ വസ്ത്രം ധരിക്കണം. അതേസമയം ലോകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, വിശ്വാസിനികളല്ലാത്ത പലതും ധരിക്കുന്നുണ്ട്. അത് അവർക്കത് ശരിയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ്, അതാണ് വിശുദ്ധിയുടെ മാർഗമെന്ന് അവർക്ക് മനസ്സിലാക്കപ്പെട്ടത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ലജ്ജയുടെ ഭാഗമാണ്.
ആണിന്റെയും പെണ്ണിന്റെയും വസ്ത്രം എന്ന് പറയുന്നത് അവരുടെ സ്വഭാവത്തിന്റെയും അവൾ പൂർണ്ണമായി പാലിക്കണമെന്ന് ഇസ്ലാം ആവശ്യപ്പെട്ട ലജ്ജയുടെയും ഭാഗമാണ്. ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖൻ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖൻ. ഓരോ ദീനിനും ഓരോ സ്വഭാവ സവിശേഷതകളുണ്ട്. വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ. ഇസ്ലാമിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. മറ്റൊരിക്കൽ പറഞ്ഞു, ഇന്നൽ ഹയാ വൽ ഈമാൻ ഖുരിന ജമിയൻ. ഈ ഈമാനും അതുപോലെ തന്നെ ലജ്ജയും ഒരുമിച്ച് ബന്ധിക്കപ്പെട്ടതാണ്. ഫഇദാ റുഫിയ അഹദുഹുമാ റുഫിയ അൽ ആഖർ. അതിലേതെങ്കിലും ഒന്ന് ഉയർത്തപ്പെട്ടാൽ മറ്റൊന്നും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ലജ്ജല്ല, നാണല്ലാതെ അങ്ങാടി കൂടി അല്പവസ്ത്രധാരിണിയായ ഒരു മുസ്ലിം പെണ്ണ് നടന്നാൽ അവളിൽ നിന്ന് ഈമാനും ഉയർത്തപ്പെടും എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. അപ്പോ ഹിജാബ് നമ്മുടെ അടയാളമാണ്. മാത്രമല്ല അത് ധരിക്കുന്നത് അതിന്റെ മാന്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് വേണം. ഇപ്പൊ ഹിജാബും അതുപോലെ തന്നെ ഇസ്ലാമിക വസ്ത്രധാരണ രീതിയും ഒക്കെ പുതിയ ഫാഷൻ തലങ്ങളിലേക്ക് എത്തിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനൊക്കെ വേണ്ടി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഹിജാബ് ധരിക്കണ്ടായിരുന്നു എന്ന് തോന്നുന്ന രീതിയിൽ ഹിജാബ് ധരിച്ചും പർദ്ദ ധരിച്ചും ഒക്കെ പുറത്തിറങ്ങുന്ന പെണ്ണുങ്ങളെ നമ്മൾ കാണുന്നത്. അവിടെയും നമ്മൾ പറയേണ്ടതുണ്ട്, ഇതല്ല അത്, ഈ പറഞ്ഞതല്ല. പറഞ്ഞെടുത്ത് മുഴുവൻ പറഞ്ഞിട്ട് അവരെ മാറിലേക്ക് അവരുടെ തലയിലെ വസ്ത്രം താഴ്ത്തിയിടണം. അവരെ മാറ് കാണാൻ പാടില്ല. മാറൊക്കെ ഇങ്ങനെ കാണുന്ന രീതിയിൽ വേറെ കുറെ കോലത്തിൽ തലയിൽ കെട്ടിവെച്ച് ഏതെങ്കിലും രീതിയിൽ നടക്കുന്നതിന് ഹിജാബ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അത് ഹിജാബല്ല. ഹിജാബ് എന്ന് പറഞ്ഞാൽ അവരുടെ ഈ നഗ്നത മറക്കുന്ന, സൗന്ദര്യത്തെ മറക്കുന്ന, അത് കാണേണ്ടവരെ മുമ്പിൽ മാത്രം കാണിച്ചു കൊടുക്കാൻ പാകത്തിൽ മറച്ചു നടക്കുന്ന വസ്ത്രത്തിന്റെ പേരാണ്. അതുകൊണ്ട് ആ രീതിയിൽ എന്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ആ ഹിജാബിന് വേണ്ടി നമ്മൾ ഒരു ഭാഗത്ത് ഇങ്ങനെ വാദപ്രതിവാദം നടത്തി അവകാശത്തിന് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ഹിജാബിന്റെ തന്നെ പവിത്രത കളഞ്ഞു കുളിക്കുന്ന രീതിയിലുള്ള ഫാഷൻ ഡിസൈനുകളുമായി നിങ്ങൾ രംഗത്ത് വരരുത് എന്നാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ത്രീകളെ നമ്മൾ അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കേണ്ടതുണ്ട്. പലവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള, പുരുഷന്മാരെ ആകർഷിക്കുന്ന രീതിയിൽ തന്നെ ഹിജാബിന്റെയും അല്ലെങ്കിൽ പർദ്ദയുടെയും ഒക്കെ വസ്ത്രധാരണ രീതികൾ പലപ്പോഴും കാണുന്നത് കൊണ്ടാണ് നാം ഇത് പറയേണ്ടി വരുന്നത്. സൂറത്ത് നൂറില് ഹിജാബിന്റെ ആയത്തിറങ്ങിയ 30-ാമത്തെ ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, സ്ത്രീകൾ മുഴുവൻ അവരുടെ വസ്ത്രത്തിന്റെ ഭാഗങ്ങളൊക്കെ കീറിയെടുത്ത് അല്ലെങ്കിൽ വീടുകളിൽ ചെന്ന് ഉള്ള വസ്ത്രങ്ങളൊക്കെ അയയിൽ നിന്ന് അവരുടെ പെട്ടികളിൽ നിന്നെടുത്ത് അവരവരുടെ മാറ് മറക്കുന്നത് അതിനുവേണ്ടി ഓടുന്ന സ്ത്രീകളെ ഞങ്ങൾക്ക് കാണാമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ഹിജാബ്. ആ ആയത്തിറങ്ങിയപ്പോഴേക്കും അവർ ഹിജാബിന്റെ ആ ഒരു പ്രയോഗവൽക്കരണത്തിലേക്ക് പോയത്. ധാരാളം ബദൽ സംവിധാനങ്ങള്, നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് മറ്റു സംഗതികളുണ്ട്, ഇതിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ ആ രീതിയിൽ നമ്മൾ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. അത് ചെറുപ്പം മുതലേ അതിന് പറ്റുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം. ഇപ്പൊ നടന്ന വിഷയത്തിൽ നമ്മൾ കക്ഷി ചേരാൻ ആളല്ല. കാരണം നമുക്കതിനോട് വലിയൊരു മമതയും തോന്നുന്നില്ല. എന്താ കാരണം? ആ ഒരു വിഷയത്തെ അല്ലേ പറയുന്നത്. അതുണ്ടാക്കി തീർത്ത ഒരു സാഹചര്യമുണ്ടല്ലോ. നമ്മുടെ മക്കൾ എവിടെ പഠിക്കണമെന്നും ഏത് സാഹചര്യങ്ങളിൽ പഠിക്കണമെന്നും ഓരോ രക്ഷിതാവും തീരുമാനിക്കണം. പല സ്കൂളുകളിലും ഇത് മാത്രല്ല, അവിടെ നിസ്കരിക്കാൻ പാടില്ല, ജുമുഅക്ക് പോകാൻ പാടില്ല, സ്കേർട്ട് ധരിക്കണം, തലമറക്കാൻ പാടില്ല, എന്തൊക്കെ നിയമങ്ങളാ. ആ നിയമങ്ങളൊക്കെ ഉള്ള സ്കൂളിൽ തന്നെ നമ്മുടെ മക്കളെ കൊണ്ടുപോയി ചേർത്തിയാലേ നമുക്കവർ പഠനം പൂർത്തിയാകൂ എന്ന് തീരുമാനിച്ചവരാണെങ്കിൽ അവരെയും നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടവർ തന്നെയാണ്. മറിച്ച് ബദൽ സംവിധാനങ്ങളുള്ള ഒരുപാടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനൊക്കെ സൗകര്യമുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് സംവിധാനങ്ങൾ അടക്കം നമ്മുടെ നാട്ടിലുണ്ട്. മാതാപിതാക്കൾക്കും ബോധവും ബോധ്യമൊക്കെ ഉണ്ടാകണം. എന്റെ കുട്ടി എങ്ങനെ വളരണം, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി നാടാകെ കത്തിച്ചതിന്റെ ശേഷം അതിന്റെ ഇരവാദവുമായി മുന്നോട്ട് വരുന്നതിന് പകരം അതുണ്ടാകാതിരിക്കാനുള്ള കാരണവും തേടി അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നതുകൂടി ഇസ്ലാമിക സമൂഹത്തിന്റെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കണം. അവസാനമായിട്ട് പറയാനുള്ളത്, ഹിജാബ് ഒരു കാലത്തും ഒരു സ്ത്രീക്കും തടസ്സമായിട്ടില്ല. ലോക ചരിത്രത്തിൽ തന്നെ അങ്ങനെയില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ലോക ചരിത്രത്തിൽ എന്നും തിളങ്ങി നിന്നിട്ടുള്ള ഒരുപാട് സ്ത്രീരത്നങ്ങൾ ഇന്നുമുണ്ട്. നൂറ അൽ മത്രൂഷി സ്പേസിൽ വെച്ച് ലോകത്തോട് സംസാരിച്ചത് പർദ്ദണിഞ്ഞുകൊണ്ടാണ്. തവക്കൽ കിർമാനി നോബൽ പ്രൈസ് വാങ്ങാൻ പോയത്. അതുപോലെ തന്നെ സമീറ ഇബ്രാഹിം ഫാർമക്കോളജിസ്റ്റുകളെ ലോകത്തിലെ ഏറ്റവും വലിയ ട്രെയിനറായ ആ സ്ത്രീ സ്റ്റേജിൽ വരാറുണ്ട് പർദ്ദ ധരിച്ചുകൊണ്ട്. കർണാടകയിലെ കനീസ ഫാത്തിമ MLA ആണ്. ഹലീമ യാക്കൂബ് സിംഗപ്പൂർ പാർലമെന്റിന്റെ സ്പീക്കറാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ടാൻസാനിയൻ പ്രസിഡന്റ് സാമിയ ഹസൻ
അമേരിക്കൻ പാർലമെന്റിൽ 1% മാത്രം മുസ്ലിങ്ങളുള്ള അമേരിക്കൻ പാർലമെന്റിൽ ഇൽഹാൻ ഉമർ, ഇങ്ങനെ ലോക ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരുപാട് സ്ത്രീകള് പർദ്ദ ധരിച്ചുകൊണ്ടും ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ ആ സ്ഥാനങ്ങളിൽ എത്തപ്പെട്ടവരാണ്. അതെന്റെ ഇപ്പോഴത്തെ വിഷയമല്ല ഞാൻ പറഞ്ഞത്. പുരോഗതിയില്ലായ്മ നല്ല വിഷയം. ഇത് മുസ്ലിം സമൂഹത്തെ എങ്ങനെയെങ്കിലും ഒക്കെ പ്രതിക്കൂട്ടിൽ നിർത്തി തങ്ങളുടെ അജണ്ടകൾ പൂർത്തിയാക്കലാണ്. ആ അജണ്ടകൾക്ക് മുന്നിൽ നിന്നുകൊടുക്കാതിരിക്കാനുള്ള തന്റെ ഇടവും ഇസ്ലാമിക സമൂഹത്തിനുണ്ട്. അത്തരം സംവിധാനങ്ങൾക്ക് അകത്ത് പോകുന്ന കാലമൊക്കെ പോയി. അതിനൊക്കെ ആർജവത്തോടു കൂടി നേരിടാനുള്ള ഇസ്സത്തും കരുത്തും ഇസ്ലാമിക സമൂഹത്തിനുണ്ട്. ആ കരുത്തോടു കൂടി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.